മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജയാണ് മരിച്ചത്. ഭർത്താവിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നു. സ്ത്രീധനം കുറഞ്ഞെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് പീഡിപ്പിച്ചതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഭർത്താവ് പ്രഭിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്ന് എടുക്കാണ്ട് അത് കണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇവൻ പറഞ്ഞത് അതായത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത്, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കും. അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ബൈക്കുമ്മലും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലം എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തേക്ക്, അതുവരെ എൻ്റെ കുട്ടി അറിയില്ല. വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. ശിവദാസ് കൺമന്നം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരുമല്ലോ. കാരണം ആത്മഹത്യയാണ് പ്രാഥമികമായി പോലീസ് പറയുന്നതെങ്കിൽ പോലും ഈ ഭർത്താവ് പ്രഭിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ സ്ത്രീധന പീഡനം പെൺകുട്ടി നേരിട്ടതായി പോലീസ് പറയുന്നുണ്ടോ? മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജിയെ ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് പ്രബിൻ്റെ ഇളങ്കൂരിലെ വീട്ടിലാണ് വിഷ്ണുജിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കിടപ്പുമുറിയിലെ ജനാലയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. വിഷ്ണുജ നിരവധി പീഡനങ്ങൾ നേരിട്ടിരുന്നതാണ് വിഷ്ണുജയുടെ ബന്ധുക്കൾ പറയുന്നത്. വിഷ്ണുജയുടെ അച്ഛനും അതോടൊപ്പം തന്നെ സഹോദരിമാരും അടക്കം ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ അല്പസമയം മുൻപ് വിഷ്ണുജയുടെ ഭർത്താവായ പ്രഭിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മഞ്ചേരി പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2023 വിഷ്ണുജയും പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത്. പ്രഭിൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സ് കൂടിയാണ്. പലപ്പോഴും വിഷ്ണുജയെ കാര്യമായി പരിഗണിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വിഷ്ണുജയുടെ സൗന്ദര്യം പോരെ എന്ന് പറഞ്ഞ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അവഹേളിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ വിഷ്ണുജയ്ക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞ് അവഹേളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ശാരീരിക പീഡനങ്ങൾ ഉണ്ടായിരുന്നു. പല സ്ഥലത്തേക്ക് ടൂർ പോലും ഒരിക്കൽ പോലും കൊണ്ടുപോയിട്ടില്ല. അതോടൊപ്പം തന്നെ വിഷ്ണുജയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും വിശേഷങ്ങൾ അന്വേഷിച്ച് പോലും പ്രഭിനോ അല്ലെങ്കിൽ പ്രഭിൻ്റെ വീട്ടുകാരോ ഈ 2 വർഷത്തിനുള്ളിൽ പോലും എത്തിയിട്ടില്ല എന്നാണ് വിഷ്ണുജയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇത്തരത്തിൽ വലിയ മാനസിക പീഡനം വിഷ്ണുജ അനുഭവിച്ചിരുന്നു. ഈ ഒരു പീഡനം തന്നെയാണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണം എന്നാണ് വിഷ്ണുജയുടെ ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയാണ് വിഷ്ണുജയുടെ ബന്ധുക്കൾ മഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വലിയ ദുരൂഹത തുടരുകയാണ്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണങ്ങളിലാണ് പോലീസ് ഉള്ളത്. വിഷ്ണുജയുടെ ഫോണും അതോടൊപ്പം തന്നെ പ്രഭിൻ്റെ ഫോണും വാട്സാപ്പ് ചാറ്റുകളും അടക്കം പരിശോധിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. വിഷ്ണുജ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ ഫോൺ വഴി പങ്കുവച്ചിട്ടുണ്ട്, വാട്സാപ്പ് ചാറ്റ് വഴി പങ്കുവച്ചിട്ടുണ്ട്. തന്നെ പീഡിപ്പിച്ചിരുന്നതും താൻ ഈ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിച്ചിരുന്ന മാനസിക പീഡനങ്ങൾ അടക്കം സുഹൃത്തുക്കളോട് പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും വലിയൊരു ദുരൂഹത തന്നെയാണ് ഈ സംഭവത്തിൽ ഉള്ളത്. ഇപ്പോൾ ഒരു ആത്മഹത്യയായിട്ടാണ് പോലീസ് പ്രാഥമികമായി കേസ് എടുത്തിട്ടുള്ളത് എങ്കിൽ സമീപവാസികൾ എന്താണ് പറയുന്നത്? കാരണം അവർക്ക് കൂടുതൽ അറിയാമായിരിക്കുമല്ലോ ഇത്തരത്തിൽ മരിച്ച പെൺകുട്ടിയെ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഈ വീട്ടുകാരോ പ്രഭിനോ ഉപദ്രവിക്കുന്നതായോ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നതായോ സമീപവാസികൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ദേവിക, സമീപവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു അഭിപ്രായങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഇപ്പോൾ വിഷ്ണുജയുടെ വീട്ടുകാർ പറയുന്നതാണ്, വിഷ്ണുജയുടെ ബന്ധുക്കളും സഹോദരിമാരും അതോടൊപ്പം തന്നെ അച്ഛനും അടക്കം അമ്മാവന്മാരും അടക്കമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടി വലിയ മാനസികമായ പീഡനം അനുഭവിച്ചിരുന്നു. അത് അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ആ സുഹൃത്തുക്കളോട് തങ്ങൾ സംസാരിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ത്രീധന പീഡനം അടക്കം, സ്ത്രീധനം കൂടുതൽ വേണം എന്ന് ആവശ്യപ്പെട്ട് അടക്കം മാനസികമായി തന്നെ
വിഷ്ണുജയെ പീഡിപ്പിച്ചിരുന്നു. ഇത് കൂട്ടുകാരികളോട് പറഞ്ഞിരുന്നതായാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത് ബന്ധുക്കളോട് പലപ്പോഴും വിഷ്ണുജ ഇക്കാര്യങ്ങളൊന്നും തന്നെ പറയാറില്ല എന്നാണ് അച്ഛൻ തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ മൂത്ത 2 സഹോദരിമാരാണ് വിഷ്ണുജയ്ക്കുള്ളത്. അവരോടും ഇക്കാര്യങ്ങളൊന്നും തന്നെ വിഷ്ണുജ കാര്യമായി പറയാറില്ല. പക്ഷേ വിഷ്ണുജയുടെ സുഹൃത്തുക്കളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിനു മുൻപ് പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ വിഷ്ണുജ ഈ വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ, ഇളങ്കൂരിലെ വീട്ടിൽ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ, സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പീഡനം, അതോടൊപ്പം തന്നെ ജോലി ഇല്ലാതെ തുടർച്ചയായി അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ, അതോടൊപ്പം തന്നെ ശരീരം മെലിഞ്ഞതാണ് എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുക, മാനസിക പ്രയാസത്തിലാക്കുക, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് വിഷ്ണുജയെ കൊണ്ട് എത്തിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് വിഷ്ണുജ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഇതുതന്നെയാണ് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം. പലപ്പോഴും പ്രബിൻ്റെ ബന്ധുക്കൾ പ്രബിനോടൊപ്പം കൂട്ടിച്ചേർന്ന് ഇത്തരത്തിൽ ഇതിന് പിന്തുണ നൽകുകയായിരുന്നു. പ്രബിൻ്റെ സഹോദരിയുടെ ഭർത്താവും അതോടൊപ്പം തന്നെ പ്രബിൻ്റെ മാതാപിതാക്കൾ അടക്കം പ്രബിനെ കൂട്ടിച്ചേർന്ന് വിഷ്ണുജയെ മാനസികമായി പീഡിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ പ്രബിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ തുടർ നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവിക. ശരി ശിവദാസ്.